ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണോ? നിശ്ചയമായും ഇന്നിപ്പോൾ 1.25 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു വാർത്താ സമ്മേളനമാണ് ഇന്ത്യയുടെ 3 പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ നടത്തിയത്, രാജ്യത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചില കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് മീറ്റ് ദി എഡിറ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യൻ ആക്രമണം ആരംഭിക്കുന്നത്, അല്ലേ? ആ ഇന്ത്യൻ ആക്രമണം ആരംഭിക്കുന്ന സമയത്ത് 8:30 മണിയോടുകൂടി മീറ്റ് ദി എഡിറ്റേഴ്സ് അവസാനിപ്പിക്കുകയും സുജയ പാർവതിയും അതുപോലെ തന്നെ അരുൺകുമാറും ഓണെയർ പോവുകയും ഞാൻ റിപ്പോർട്ടിങ്ങിൽ നിൽക്കുകയും ആൻഡ്രൂ അഗസ്റ്റിൻ PCR കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു. ആ 8:30 മണി മുതൽ ഞങ്ങൾ നിരന്തരം കേരളത്തിലെ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് വാർ ഫ്രണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് ഏതാണ്ട് 9-ാം തീയതി രാവിലെ 6 മണി വരെ തുടരുകയും ചെയ്തു. ഏറെക്കുറെ സ്ഥിതി ശാന്തമായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ആ വാർ റിപ്പോർട്ടിംഗ് നിർത്തിയത്. അപ്പോൾ പോലും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു സമയത്ത് പോലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. അക്കാര്യത്തിൽ നിലപാടുകൾ ആവർത്തിച്ചിട്ടുള്ള ആളുകളാണ് മീറ്റ് ദി എഡിറ്റേഴ്സിലിരിക്കുന്ന ഈ എല്ലാ എഡിറ്റർമാരും. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായി കൈകെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകരവാദി ക്യാമ്പുകളെയും ഭീകരന്മാരെയും അവസാനിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനിലേക്ക് ഇന്ത്യ പോകുമെന്ന് വളരെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള മീറ്റ് ദി എഡിറ്റേഴ്സാണ്. ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സംശയവുമില്ല. അങ്ങനെ 9 കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 9 നൊട്ടോറിയസ് ആയിട്ടുള്ള ഭീകരവാദ ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ അതിശക്തമായി അതിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. 100ഓളം തീവ്രവാദികളെയാണ് കൊന്നത്. അങ്ങനെ 100ഓളം തീവ്രവാദികളെ കൊല്ലുകയും 9ഓളം ഭീകരവാദി ക്യാമ്പുകളെ ഇല്ലാതാക്കുകയും ചെയ്ത ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷനെതിരെ പാകിസ്ഥാൻ നിശബ്ദമായിരിക്കുമെന്ന് ഇന്ത്യ കരുതിയിട്ടില്ല, ഇന്ത്യൻ സേന കരുതിയിട്ടില്ല, നമ്മൾ ആരും കരുതിയിട്ടില്ല. നിശ്ചയമായും തിരിച്ചടി ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഇന്ത്യ കാത്തിരുന്നത്. ഒരു സമയത്ത് പോലും ഇന്ത്യ ആ 9 കേന്ദ്രങ്ങളെ ആക്രമിച്ചതിനപ്പുറത്തേക്ക് എസ്കലേറ്റ് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരെയും കൊന്നിട്ടില്ല, പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരും ജീവിക്കുന്ന സ്ഥലങ്ങളെ ആക്രമിച്ചിട്ടില്ല, പാകിസ്ഥാന്റെ മിലിറ്ററി ബേസിനെ ആക്രമിച്ചിട്ടില്ല. വളരെ പ്രിസൈസായി, വളരെ കൺട്രോൾഡായി ഭീകരവാദി ക്യാമ്പുകൾക്കെതിരെ മാത്രമാണ് ആക്രമണം നടന്നത്. അതിനുശേഷമാണ് വ്യാഴാഴ്ച 8-ാം തീയതി രാത്രി 8:30 മണിക്ക് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. ആ നിമിഷം മുതൽ ഞങ്ങൾ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഓരോ പ്രേക്ഷകനെയും അറിയിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ എന്താ ഈ 3 DGMOമാർ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, നേവിയുടെ ഉണ്ടായിരുന്നു, എയർഫോഴ്സിൻ്റെ ഉണ്ടായിരുന്നു, കരസേനയുടെ ഉണ്ടായിരുന്നു. 3 പേരും എന്താണ് ആ രാത്രിയിൽ നടന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അത് തന്നെയാണ് ഇന്ന് ഈ 3 DGMOമാരും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ പബ്ലിക് പ്ലേസിലുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് കേൾക്കാവുന്നതാണ്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതും നിങ്ങൾക്ക് ആവർത്തിച്ച് പരിശോധിക്കാവുന്നതാണ്. 72 മണിക്കൂറുകൾക്ക് ശേഷം ആ സത്യമെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു, 8:30 മണിക്ക് തന്നെ പറഞ്ഞിരുന്നു, അതിശക്തമായ ഡ്രോൺ ആക്രമണവും സൈനിക വിമാനങ്ങൾ, പോർവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവുമാണ് ഇന്ത്യക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ബോർഡർ സ്റ്റേറ്റുകളെ എല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധവിമാനങ്ങൾ, പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും മിസൈൽ പരീക്ഷണവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആദ്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ജമ്മു കാശ്മീരിൽ, ശ്രീനഗറിൽ, ഉധംപൂരിൽ, പത്താൻകോട്ടിൽ, അമൃത്സറിൽ, ബറ്റിൻഡയിൽ, ഡൽഹൌസിയിൽ, ജയ്സാൽമീറിൽ, ഫലോദിയിൽ, നാലിയിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ഒരേ സമയത്ത് അറ്റാക്ക് നടക്കുകയാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ DGMOമാർ വന്ന് നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മാസ് റെയ്ഡായിരുന്നു, ഒരേ സമയം മാസ് റെയ്ഡായിരുന്നു. എന്ന് മാത്രമല്ല, വേവ്സ് പോലെയായിരുന്നു എന്നാണ് പറഞ്ഞത്. തിരമാലകൾ പോലെയാണ് ഈ അറ്റാക്ക് നടന്നത് എന്നാണ് പറഞ്ഞത്. അതിശക്തമായ അറ്റാക്കാണ് നടന്നത് ഇന്ത്യയെ ലക്ഷ്യം വെച്ച്. ആ അറ്റാക്കിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ അങ്ങോട്ടടിച്ചത് 9 ഭീകരവാദി ക്യാമ്പുകളെയാണ്, നമ്മൾ ഇല്ലാതാക്കിയത് 100ഓളം ഭീകരന്മാരെയാണ്. ഇന്ന് ആരും തന്നെ ലോകത്തൊരിടത്തും ഒരു ഭീകരവാദത്തെയും പിന്തുണയ്ക്കുന്നില്ല. ഭീകരവാദം അവസാനിപ്പിക്കേണ്ടതുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മീറ്റ് ദി എഡിറ്റേഴ്സിൽ തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്ന 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾക്കെതിരായിട്ട് നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ഉക്രൈനും റഷ്യയുമായിട്ടുള്ള വാർ, ആ യുദ്ധം ശരിയല്ല എന്നാണ് നമ്മുടെ നിലപാട്. അതുപോലെ തന്നെ ഹമാസും ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ യുദ്ധം ശരിയല്ല എന്നുള്ള നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും യുദ്ധം പാടില്ല എന്ന് തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. പക്ഷേ പഹൽഗാമിലെ 26 പേരെ കൊന്നൊടുക്കുന്ന ഭീകരവാദമുണ്ടല്ലോ, ആ ഭീകരവാദത്തെ തുടർന്നും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട്, കൺട്രോൾഡ് ആയിട്ട് ആ ഭീകരവാദി ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചത്. അതിനെതിരായിട്ടുള്ള ആക്രമണം എന്തായിരുന്നു? നമ്മുടെ
ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ഡ്രോൺ അയച്ചത്, പാകിസ്ഥാൻ മിസൈൽ അയച്ചത്, പാകിസ്ഥാൻ്റെ പോർവിമാനങ്ങൾ വന്നത്. അതേപോലെ തന്നെ മിലിറ്ററി ബേസസ് 11ഓളം വ്യോമത്താവളങ്ങളാണെന്നേ ഇന്ത്യയുടെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ 11 വ്യോമത്താവളങ്ങളിലേക്ക് ഒരു ഡ്രോൺ വീണാലുള്ള സ്ഥിതി എന്താ? ഈ രാജ്യത്തിൻ്റെ പ്രതിരോധം എവിടെ പോയി നിൽക്കും? നമുക്ക് അവിടെ നിശബ്ദമായി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. സ്വാഭാവികമായും നമ്മൾ അതിനെ പ്രതിരോധിച്ചാൽ മാത്രം പോരല്ലോ, ഇത്തരം സാഹചര്യങ്ങളിൽ ചില മുന്നറിയിപ്പുകൾ നൽകാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. കാരണം ഇനിയും നിങ്ങൾ എസ്കലേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ള മെസ്സേജ് തന്നെയാണ് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് ഞങ്ങൾ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇസ്ലാമാബാദ് വരെ, അതായത് പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വരെ ഇന്ത്യയുടെ അറ്റാക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇന്ന് DGMOs എന്താ പറഞ്ഞത്? ചക്ലാല എന്ന് പറയുന്ന വ്യോമത്താവളത്തെ ഞങ്ങൾ ആക്രമിച്ചു. അവിടെ പറഞ്ഞു നിർത്തിയില്ല കേട്ടോ. DGMO ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഇസ്ലാമാബാദിലാണ് എന്നുകൂടി പറഞ്ഞു. വളരെ വ്യക്തമായി പറഞ്ഞു, ചക്ലാല എവിടെയാണ്? ഇസ്ലാമാബാദിലാണ്. അവിടെ തീർന്നില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞു ലാഹോർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലാഹോർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് DGMO തന്നെയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്തു എന്നുകൂടി പറഞ്ഞു. റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത് റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ആരാണെന്ന് റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് സ്ഥിരീകരിച്ചത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് പിന്നെ പറഞ്ഞത്. എന്ന് മാത്രമല്ലല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു സക്കർ എന്ന് പറയുന്ന വ്യോമതാവളം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ, ജക്കോബാബാദ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ, സർഗോദ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ. സർഗോദയിൽ സ്ട്രൈക്ക് നടത്തിയെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് DGMO പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ നിന്നാണ് F-16 വിമാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ അയക്കുന്നത്. ആ F-16 വിമാനങ്ങൾ തൊടുക്കുന്ന സർഗോദ എയർപോർട്ടിൻ്റെ റൺവേ തകർത്തു എന്നാണ് ഇന്ന് DGMO പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, ഇത് വെറുതെ അങ്ങ് പറയല്ല, കൃത്യമായിട്ട് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ അതിൻ്റെ ദൃശ്യസഹിതമാണ് ഇന്ന് നമ്മളോട് നമ്മുടെ 3 സൈനിക മേധാവികൾ പറഞ്ഞത്. ഒരു തരത്തിലുള്ള വാർ ഹിസ്റ്റീരിയം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഒരു അന്യരാജ്യത്തിൽ നിന്നൊരു ആക്രമണത്തിന് വിധേയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അലേർട്ട്നെസ്സോടുകൂടി തന്നെ മാധ്യമങ്ങൾ പെരുമാറും. ആ വാർത്തകൾ ജനങ്ങളിലേക്ക് അറിയിക്കും. നമ്മുടെ രാജ്യത്ത് 244 മോക്ക് പിന്നെ ഇത് ചെയ്തതിന് വേണ്ടിയിട്ടാണ്, മോക്ക് റൈഡ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്യുന്നതിനാ? നമ്മൾ പ്രതിരോധം ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാലും ഉടനെ പ്രതിരോധത്തിൽ നമ്മൾ തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മോക്ക് ഡ്രിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന അതിർത്തി സംസ്ഥാനങ്ങൾ നമ്മൾ ബ്ലാക്ക് ഔട്ട് ആക്കിയില്ലേ? ബ്ലാക്ക് ഔട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരമൊരു സാഹചര്യം വന്നാൽ എങ്ങനെ നമ്മൾ നേരിടാം എന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രതിരോധങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ എസ്കലേറ്റ് ചെയ്യാതിരിക്കുകയും എന്നിട്ട് നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല്ലാനും ഇന്ത്യയുടെ മിലിറ്ററി ബേസുകളും വിമാനത്താവളങ്ങളും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു മാസീവ് റെയ്ഡ് എന്ന വാക്ക് തന്നെയാണ്. ഒരേ സമയം മാസീവ് റെയ്ഡ് നടക്കുന്നു, ഒരേ സമയം തിരമാലകൾ പോലെ ആഞ്ഞടിച്ചു. ഡ്രോൺസ് വന്നു, മിസൈലുകൾ വന്നു, ഫൈറ്റിംഗ് എയർക്രാഫ്റ്റുകൾ വന്നു. എന്താ സംശയം? ഇതൊക്കെ തന്നെയാണ് വളരെ കൃത്യമായിട്ട് വ്യാഴാഴ്ച രാത്രി 8:30 മണി മുതൽ രാവിലെ 6 മണി വരെ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പ്രതിരോധിക്കുകയായിരുന്നു, പിന്നീട് നമ്മൾ തിരിച്ചടിക്കുകയായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ടാണ് 72 മണിക്കൂറിന് ശേഷം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 3 DGMOs എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വന്നിട്ടാണ് ഈ മാപ്പ് ഇട്ടിട്ട് സ്ലൈഡ് ഷോ ആയിട്ട് കാണിച്ച് ഇന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു, ആ ആക്രമണങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ആക്രമണങ്ങളൊന്നും വിജയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ തിരിച്ചടിച്ചു തുടങ്ങിയപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു, ആ സ്റ്റേഷൻസ് പറഞ്ഞു എന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, ആ അറേബ്യൻ സീയിൽ എങ്ങനെയാണ് 10-26 പിന്നെ നേവിയുടെ കപ്പലുകൾ അണിനിരന്ന് നിന്നിരുന്നു എന്ന് പറഞ്ഞ ആരാണ്? നേവിയുടെ മേധാവിയായിട്ടുള്ള DGMO ആണ് പറഞ്ഞത്. കറാച്ചിയിൽ ഞങ്ങൾ ഹിറ്റ് ചെയ്യാനും തീരുമാനിച്ചിരുന്നു, ഞങ്ങൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചില്ല, പക്ഷേ ഹിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ രീതിയിൽ എന്താണോ വ്യാഴാഴ്ച രാത്രി 8:30 മണി മുതൽ രാവിലെ 6 മണി വരെ നിരന്തരമായി റിപ്പോർട്ടർ TV അതിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തെളിവ് സഹിതമാണ് 72 മണിക്കൂറിന് ശേഷം 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 3 സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാർത്തകൾ നിങ്ങളെ ആ സമയത്ത് അറിയിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരിഹാസങ്ങളെയൊന്നും നമ്മൾ ഗൗരവത്തിൽ കാണുന്നില്ല. വാർ ഹിസ്റ്റീരിയ ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിരിക്കാം. പക്ഷേ രാജ്യത്തിൻ്റെ പ്രതിരോധത്തെ, രാജ്യത്തിൻ്റെ സുരക്ഷയെ ഏതെങ്കിലും അന്യശക്തികൾ അതിക്രമിച്ച് കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അക്രമത്തോട് നിസ്സംഗത പുലർത്തുകയും ആ സമയത്ത് ലോകസമാധാനം വിടരട്ടെ എന്ന് പറയുകയും ചെയ്യുന്നതിനപ്പുറത്ത് നമ്മുടെ സൈനികർ അതിർത്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മൾ ആ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തതിൽ ഇപ്പോൾ അഭിമാനമുണ്ട്. ആ അഭിമാനത്തോടുകൂടി പറയട്ടെ, ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% ശരിയായിരുന്നു. ആ വാർത്തകളെല്ലാം ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ പറഞ്ഞ സൈനിക മേധാവികൾ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടി, ഇനി ഒരു പ്രധാനപ്പെട്ട വാർത്ത അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ പുറത്തേക്ക് വരും. അതുകൂടി പറയാം. അതെന്താണെന്നറിയാവോ? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. പാകിസ്ഥാൻ അതിൻ്റെ ഏറ്റവും ഉത്തമ വിശ്വാസമുള്ള സഖ്യകക്ഷിയുണ്ടല്ലോ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിജയം. ഇന്ത്യയുടെ ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വിജയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു. ഒറ്റ കാരണമാണ്. കാര്യം എന്താ അറിയാവോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ
ഫയർ ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ സമീപിച്ചത് അമേരിക്കയാണ് ചൈനയുടെ ഏറ്റവും വലിയ ശത്രു. അമേരിക്കയെ സമീപിച്ചു എന്ന് മാത്രവുമല്ല, സീസ് ഫയർ ആദ്യം അനൗൺസ് ചെയ്തത് ഡൊണാൾഡ് ട്രംപ് ആണ്. അതിന് തൊട്ടു പിന്നാലെ ഇഷ്ഖ്ദർ എന്ന് പറയുന്ന ഫോറിൻ മിനിസ്റ്റർ, പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ട്വീറ്റ് ചെയ്തതെന്ന് അറിയാവോ? സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു, എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അമേരിക്കയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പാകിസ്ഥാന്റെ നേതാക്കളുമായി സംസാരിച്ചു. ഞങ്ങളോട് ആലോചിക്കാതെ ആണ് നിങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിന്നോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയും പാകിസ്ഥാനും തമ്മിൽ മുഖാമുഖം വന്നിരിക്കുന്നു. ഇതിനപ്പുറത്ത് ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യക്ക് കിട്ടേണ്ട വിജയം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യോമ താവളങ്ങൾ, അത് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി, ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ചെന്നാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, അത് കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ 3:35 DGMOമാരുടെ ചർച്ച നടക്കുന്നത്. എന്താണെന്നറിയാവോ? അമേരിക്കയോട് പോയിട്ട് പാകിസ്ഥാന്റെ രാഷ്ട്ര നേതൃത്വം പറഞ്ഞത് നിങ്ങൾ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്ക പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളിൽ നിന്ന് വേണം, ഞങ്ങൾ സംസാരിക്കില്ല ഇന്ത്യയോട്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ്. അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ അവർ തീരുമാനിക്കുകയും ആദ്യത്തെ കോൾ വരികയും ചെയ്തത് ഇന്ത്യയുടെ DGMOയ്ക്കാണ്. ഇന്നിപ്പോൾ DGMO പറയുന്നുണ്ടല്ലോ, രാജീവ് ഘായ് പറയുന്നുണ്ട്, 3:35 എനിക്ക് ഹോട്ട് ലൈനിൽ മെസ്സേജ് വരുന്നു, അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം പാകിസ്ഥാൻ നേതൃത്വം അമേരിക്കയായിട്ട് ബന്ധപ്പെടുന്നു. എന്നിട്ട് നിങ്ങൾ സീസ് ഫയറിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തണമെന്ന് പറയുന്നു. എന്താ അവസ്ഥ? എന്തിനാ സീസ് ഫയർ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം ഞാൻ പറയാം. ലോകത്ത് യുദ്ധം നടന്നാൽ വെടിനിർത്തലില്ല കേട്ടോ. യുദ്ധത്തിലെവിടെയാണ് വെടിനിർത്തൽ? നമുക്ക് കുറച്ച് നേരം വെടിനിർത്തി ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. യുദ്ധത്തിൽ വെടിനിർത്തലില്ല. യുദ്ധം അവസാനിക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിലൂടെയാണ്. സമാധാന ഉടമ്പടി ഉണ്ടാകുമ്പോഴാണ് യുദ്ധം അവസാനിക്കുക. അതേസമയം ആക്രമണങ്ങൾ അവസാനിക്കുന്നത് വെടിനിർത്തലിലൂടെയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടെന്ന്. ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തിട്ടില്ലെന്നേ. ഈ 9 ഭീകരവാദ ക്യാമ്പുകളെ ആക്രമിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് ഓൺലി ആൻ എസ്കലേഷൻ, ഇറ്റ്സ് ഓൺലി ആൻ അറ്റാക്ക്, ഇറ്റ്സ് നോട്ട് എ വാർ. അതൊരു യുദ്ധമല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന വെടിവെപ്പ് നിർത്താൻ, ഒരു സീസ് ഫയർ എഗ്രിമെന്റിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത്. യുദ്ധത്തിനിടയിൽ വെടിനിർത്തൽ എന്നൊരു പരിപാടി ഒരു രാജ്യത്തുമില്ല. അതൊരു സമാധാന ഉടമ്പടിയിലൂടെ രാഷ്ട്ര നേതാക്കളിൽ നിന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക യുദ്ധം. ഇവിടെ വെടിനിർത്തൽ നടക്കുന്ന സീസ് ഫയർ വന്നിരിക്കുന്നു എന്ന് പറയുന്നൊരു അർത്ഥം തന്നെ ഇതൊരു ആക്രമണമായിരുന്നില്ല, യുദ്ധമായിരുന്നില്ല. അങ്ങനെ ആരും നമ്മൾ വ്യാഖ്യാനിക്കുകയും വേണ്ട, മനസ്സിലാക്കുകയും വേണ്ട. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണ്, ഈ രാജ്യത്തിൻ്റെ പ്രതിരോധം വളരെ പ്രധാനമാണ്. അന്യരാഷ്ട്രത്തിൽ നിന്നുള്ള ശക്തികൾ, സൈനിക ശക്തികൾ നമ്മളിലേക്ക് നുഴഞ്ഞു കയറുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനെ പ്രതിരോധിക്കേണ്ടി വരും. ആദ്യം പ്രതിരോധിക്കുകയാണ് ചെയ്തത്, പിന്നീട് ശക്തമായ സന്ദേശം കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചിട്ടുള്ളത്. ആ വാർത്തകളെല്ലാം വളരെ കൃത്യമായിരുന്നു. ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു യുദ്ധം ആഗ്രഹിക്കാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. യുദ്ധസമാനമായൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോഴും അതിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് നാളത്തെ ഈ പറയുന്ന 12 മണിയോടുകൂടി നടക്കുന്ന പ്രധാനപ്പെട്ട ഡിസ്കഷനിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ്. യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ നിശ്ചയമായും ഇത്തരത്തിലുള്ള ആഭ്യന്തരമായ ഭീകരാക്രമണങ്ങളെ ചെറുത്തുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ രാജ്യത്തെ സർക്കാർ, ഈ രാജ്യത്തെ സേന. നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വത്തിലേക്ക് ഉയർന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ നമ്മൾ പഠിക്കണം. അവിടെ നമ്മൾ ലോകസമാധാനത്തിൻ്റെ പൂച്ചെണ്ടുകൾ വിരിയട്ടെ എന്ന് പറയേണ്ട. ലോകസമാധാനം ഉണ്ടാകണം എന്ന കാര്യത്തിനകത്തൊന്നും നിലപാട് വ്യത്യാസമില്ല. പക്ഷേ 2001 പാർലമെൻറ്റ് നേരെ അറ്റാക്ക് നടന്നിരുന്നു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. 2005 ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങളുണ്ടായി, 60ഓളം മനുഷ്യർ മരിച്ചിരുന്നു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. 2006 മഹാരാഷ്ട്രയിൽ വിവിധ ട്രെയിനുകളിൽ ഒറ്റയടിക്ക് സ്ഫോടനം ഉണ്ടാക്കി 200 പേരെ കൊന്നു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. 2008 മുംബൈയിൽ 3 ദിവസം നടന്ന അറ്റാക്കിൽ 176ഓളം മനുഷ്യർ വിദേശികളടക്കം മരിച്ചു, നമ്മൾ സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ സമാധാനത്തിൻ്റെ പാത ഉപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. പുൽവാമയിലും പുൽവാമയിൽ നമ്മൾ അടിച്ചു, നമ്മൾ ബാലാക്കോട്ടേക്ക് തിരിച്ചടിച്ചു. അതിനു മുമ്പ് ഉറിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു, അതിനും തിരിച്ചടിച്ചു. ഇപ്രാവശ്യം പഹൽഗാം എന്ന് പറയുന്നത് പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രതിരോധവും ചിലപ്പോഴൊക്കെ ചില മുന്നറിയിപ്പും നൽകേണ്ടി വരും. ആ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് ആ വാർത്ത. വളരെ കൃത്യതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിനകത്ത് റിപ്പോർട്ടർ TVക്ക് ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. Meet the editors.